ആ ഒരു സമയത്ത് ഇന്നർ എഞ്ചിനീയറിംഗ് നടക്കുമ്പോൾ ഈ സദ്ഗുരു ആ ഒരു പുസ്തകം വായിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, സംതിങ് പ്രഷ്യസ് ഇസ് ദെയർ. ആ ഒരു ഫീലിംഗ്, ആ ഒരു ലോങ്ങിങ്ങോട് കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും പോയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനത് അറ്റൻഡ് ചെയ്തത് ഒരു സർട്ടൺ ഓണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഏർണിങ്ങോട് കൂടി, ആ ലോങ്ങിങ്ങോട് കൂടിയായിട്ടാണ് ആ പ്രോഗ്രാമിലൂടെ കടന്നുപോയത്. ആൻഡ് പ്രോഗ്രാമിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ്ങിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും റിസീവ് ചെയ്യുന്നത് ഒരുപാട് അധികമായിരിക്കും. പക്ഷേ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും എനിക്ക് അപ്പോൾ ഇല്ലായിരുന്നു. നൗ ഞാൻ പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓക്കെ, ആ ഒരു 7 days ഞാൻ വളരെ തീവ്രതയോട് കൂടിയാണ് ആ പ്രോഗ്രാമിലൂടെ കടന്നുപോയത്. കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കാരണമായിരിക്കാം സംവെയർ പ്രോഗ്രാം ടച്ച് മീ വെരി ഡീപ്ലി. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പ്രോഗ്രാം ചെയ്തുകൊണ്ട് എന്തോ ഒരു വലിയൊരു ബോംബ് വീണതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും അല്ല. പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ ഒരു അല്പം സട്ടിലായിട്ടുള്ള പല പല ഡിഫറൻസ്, ഞാൻ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു, ഹൗ യു പെർസീവ് ലൈഫ്, ആ ഒരു വീക്ഷണം ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ച് ആയി ആ ഒരു 7 days ടൈമിൽ. പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, എസ്പെഷ്യലി ദോസ്തോയെവ്സ്കി അങ്ങനത്തെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ലൈഫിനൊരു സഫറിങ്ങിൻ്റെ ചുവയുണ്ടാവും. കാരണം പുസ്തകത്തിൽ നിന്നാണ് അതാണ് കിട്ടുന്നത്. സോ ലൈഫിൻ്റെ പശ്ചാത്തലം എപ്പോഴും ഒരു സഫറിങ് ആണോ, കഷ്ടപ്പാടാണെന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. സഡൻലി ആ പെർസ്പെക്റ്റീവ് അങ്ങ് മാറി. ലൈഫ് ക്യാൻ ബി വെരി ബ്ലിസ്ഫുൾ, ലൈഫ് ക്യാൻ ബി വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ജോയ്ഫുൾ. ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് ആ 7 days പ്രോഗ്രാം കഴിഞ്ഞ് വന്നു. മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും വന്നു തുടങ്ങി. അത് പണ്ടുണ്ടായിരുന്നില്ല. ആ 7 days പ്രോഗ്രാമിന് മുമ്പ് അതില്ലായിരുന്നു. മൈ ഫേസ് ഹാഡ് സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി ലോങ്. അങ്ങനെ ആയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് സ്മൈൽ സ്റ്റാർട്ടഡ് കമ്മിങ്.